പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഫ് കൈയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തുണിയിൽ നമ്മളിത് 4 മടക്കാക്കിയിട്ടാണ്. ഇതൊരു തുണിയാണെങ്കിൽ ഇതിന് ആദ്യം ഒന്ന് ഇങ്ങോട്ട് മടക്കണം, പിന്നെ ഒന്ന് തിരിച്ചിങ്ങനെയും മടക്കണം. അത് നമ്മൾ 4 മടക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ലെവലാക്കി വെച്ചിടണം. നമുക്ക് 4 ഇഞ്ച് ഇറക്കാണ് വേണ്ടത്. ആ 4 ഇഞ്ച് തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തുകയാണ്. ഈ 4 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് തുന്നൽത്തുമ്പ് വേണം, താഴേക്ക് 1/2 ഇഞ്ച് തുന്നൽത്തുമ്പ് വേണം. ഇത് നമ്മളിനി ഇതിൽ ഒരു പടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇറക്കം 4 ഇഞ്ചായി കിട്ടും. നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വേണം. ഇനി നമുക്ക് ഞെറിയിട്ട് കൊടുക്കണം. ഞെറിയിട്ട് കൊടുക്കാൻ 5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ഞെറിയിട്ട് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് 5 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് താഴ്ച കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഷേപ്പ് വരയ്ക്കുന്നത്. ഇതുവരെ ഞെറിയിട്ട് കൊടുക്കാനുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. നമുക്ക് ഞെറിയിട്ട് കൊടുക്കാനുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 5 ഇഞ്ചാണ് വെച്ചത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ഇഞ്ച് വെച്ചത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് താഴ്ച കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിടണം. ഇനി ഞെറി ഇടാനുള്ള ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇത് ലൈനിങ് തുണിയാണ്. ഇതാണ് തുണി. അപ്പോൾ നമുക്ക് ഈ ലൈനിങ് തുണി വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിത് തയ്ക്കാം. നമുക്ക് ഈ ലൈനിങ് പിടിപ്പിക്കാം. ഈ തുണിയുടെ ചീത്ത ഭാഗത്താണ് ലൈനിങ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമ്മളിതിൽ പിടിപ്പിച്ചിട്ടുണ്ടോ. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ചുറ്റില്ല. അപ്പം നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ഞെറി ഇട്ട് കൊടുക്കാനുള്ള 5 ഇഞ്ച് അടയാളപ്പെടുത്തണം. താഴെയും മുകളിലും. ഇത് നമുക്കൊന്നിവിടെ കട്ട് ചെയ്യണം. ഇതേപോലെ മുകൾ ഭാഗത്തും കട്ട് ചെയ്യണം. അടയാളപ്പെടുത്തി ഓർത്തുനിന്ന് ഇങ്ങോട്ട് ഈ അടയാളപ്പെടുത്തി അതുവരെ ഞെറിയിട്ട് കൊടുക്കണം. ഞെറി നമ്മളിങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുക്കണം. ഇതുപോലെ അങ്ങനെ ചെറുതാക്കിയിട്ട് ഇതുവരെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഞെറി ഇട്ട് കൊടുത്തോണം. താഴെ ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ടാണ് ഇട്ടത്. മുകൾ ഭാഗത്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടാണ് ഇടേണ്ടത്. ഇങ്ങനെയാണ് ഇടേണ്ടത് മുകൾ ഭാഗത്ത്. നമുക്ക് ഈ തുണീനെ അങ്ങോട്ട് തിരിച്ച് പിടിച്ചാൽ ഇങ്ങനെ തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ഞെറിയിട്ട് കഴിഞ്ഞു. താഴത്തെ ഞെറി ഇങ്ങോട്ടാണ് മടക്കണതെങ്കിൽ മുകളിലത്തെ ഞെറി നമ്മൾ അങ്ങോട്ട് മടക്കണം. നമുക്കിതിനൊരു പടി വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് പടി വയ്ക്കാനുള്ളതാണ്. ഇത് 3 ഇഞ്ച് വീതിയാണ്. നീളം കയ്യിൻ്റെ അടിയുടെ വണ്ണം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ നീളം എടുക്കണം. ഇത് നമ്മളിനി ലൈനിങ് തുണി വെച്ച് പതിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ
ലൈനിങ് വെച്ചിടണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കണം. ഇത് ലൈനിങ് വെച്ചിട്ട് നിങ്ങൾ ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കാം. അപ്പം നമ്മളിതിൻ്റെ ഒരു ഭാഗം മടക്കി അടിച്ചിടണം. ഇനി നമുക്കിത് ഈ തുണിയിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ തുന്നി കൊടുക്കണം. അപ്പം നമ്മളിത് തയ്ച്ചെടുത്തോണ്ട് ഇനി നമുക്കിത് മടക്കണം. ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കണം. ഈ തുന്നൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. എന്നിട്ട് ഇതുപോലെ ഈ സൈഡിനായിട്ടൊരു അടി കൊടുക്കണം. ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്കും വയ്ക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ ആക്കിയിട്ട് തുന്നൽ തുമ്പ് ഒരുപോലെ ആവണം. ഇതിൽ തട്ടണം. ഇതിൻ്റെ ഇത് ഒപ്പം വെക്കണ്ട, ഒന്നിങ്ങോട്ട് നീക്കി വെക്കണം. ഇതിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൽ തുന്നൽ തട്ടില്ല. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു അടി കൊടുക്കാം സൈഡിനായിട്ട്. അപ്പോൾ നമ്മളിത് തയ്ച്ചിടണം. ഇനി നമുക്ക് 1/4 ഇഞ്ച് വിട്ട് ഒരു അടിയും കൊടുക്കാം. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തിടണം. പഫ് കൈ റെഡി ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.